പഴനിക്ക് പോയി വന്നതിന് ശേഷം അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇപ്പോൾ ഫുൾ റെസ്റ്റിലാണ്. അപ്പോൾ അങ്കത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങി. ചോറും വെള്ളമൊക്കെ വെളിയിൽ അടുപ്പിലിട്ട് ആണ് വെക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ കുറച്ച് മീൻ കൊണ്ടുവന്ന്, കൊച്ചുമത്തിയാണ്. അതും വെടിപ്പായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ദാണ്ട എന്നെയും തെറി വിളിച്ച് 2 ആഴ്ച മുമ്പ് മേടിച്ച ചോളം ഇരിക്കുക കേട്ടോ. ആ ചോളത്തിൽ കുറച്ച് ഉപ്പും മുളകും ഒക്കെ ഇട്ട് വെളിയിൽ കനലുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ചുട്ടെടുത്ത് സെറ്റാക്കാൻ കൊണ്ടുപോയിരുന്നു. പക്ഷെ അവിടെ ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂടാട്ടോ. വല്ലഭന് പുല്ലുമായിരുന്നു എന്ന് പറയുന്ന പോലെ കൈകൊണ്ട് ചെയ്യേണ്ടെന്ന് കരുതി ഹോൾഡർ എടുത്ത് അതിനെ തിരിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്കും എവിടെ അത്രയ്ക്കൊണ്ട് ബുദ്ധി, കാര്യമാക്കണ്ട. അതുകൊണ്ടൊന്നും നടന്നില്ലെന്നേ. പിന്നെ കൈകൊണ്ട് തന്നെ അത് തിരിച്ചും മറിച്ചുമൊക്കെ എങ്ങനെയൊക്കെ വെച്ചു. പിന്നെ കനൽ കുറവാണെന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് ബൂസ്റ്റാക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്ത് ആഞ്ഞങ്ങ് വീശി കേട്ടോ. ഓ വയ്യ, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ പുറത്തും ചൂട്, സൈഡിലും ചൂട്, അകത്തും ചൂട്, അങ്ങനെ മൊത്തത്തിൽ ചൂട്. പിന്നെ ചോളം എടുത്ത് വൃത്തിയാക്കി തുടച്ച് അതിലെ ചാരമൊക്കെ കളഞ്ഞ് കഴിച്ചു കേട്ടോ. അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം നമ്മൾ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ, എങ്കിലും വീട്ടിൽ ചുട്ടെടുത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് എല്ലാം കഴിച്ചു. പിന്നെ കുളിക്കാൻ പോയി. കുളിച്ച് വന്നതിന് ശേഷം ഒരിടം വരെ പോകാനുണ്ട്, കുടുവിൻ്റെ സ്കൂളിലേക്ക്. പുസ്തകം മേടിക്കാൻ വരണമെന്ന് പറഞ്ഞ് ടീച്ചർ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അത്യാവശ്യം മേക്കപ്പും ഒക്കെ ചെയ്തിട്ട് കുടുവിൻ്റെ സ്കൂളിലേക്ക് ഇറങ്ങിട്ടോ. ഞങ്ങളുടെ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, കടലുണ്ട് കേട്ടോ. അവിടെ സീവാൾ ഇട്ടിട്ടുണ്ട്. സീവാളെന്ന് വെച്ചാൽ വലിയ കരിങ്കല്ലാണ്. അപ്പോൾ കടലിൻ്റെ തിരമാല വരാതിരിക്കാൻ അതിടുന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ അവിടെ. ഇപ്പം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അത് കാണാത്ത, അപ്പുറത്ത് കടലാണേ. അങ്ങനെ കുടുവിൻ്റെ സ്കൂളിലെത്തി. ഇവിടെ അധികം താമസമൊന്നുമില്ലായിരുന്നു. അവിടെ പോയി പുസ്തകവും വാങ്ങി പെട്ടെന്ന് ഇറങ്ങിട്ടോ. കാരണം നിൽക്കാൻ സമയമില്ല, ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്നാണ്. പക്ഷേ അങ്ങനെ ബാങ്കിലെത്തി. ബാങ്കിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വയറൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഒരു ഐസ്ക്രീം ഫ്രൂട്ട് സലാഡുമായിട്ട് കഴിച്ചു. കൂടെ 2 കട്ട്ലറ്റും. വിശപ്പിൻ്റെ വിളിയും ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് കുടുവിൻ്റെ ബുക്ക് പൊതിയാനുള്ള പേപ്പർ മേടിക്കാനായിട്ട് ആ കടയിലും കയറി, എല്ലായിടത്തും കയറി ഇറങ്ങി. പിന്നെ തുണിക്കടയിൽ പോകാൻ അനിയത്തിയെ 7 മാസത്തെ ചടങ്ങിന് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അവൾക്ക് സാരി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് 2 ചുരിദാർ സെറ്റ് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചുരിദാർ സെറ്റൊക്കെ എടുത്ത്. കാരണം ചൂടല്ലേ, ലൂസ് വേണ്ടേ. അതുകൊണ്ട് ഈ ചൂടൊരു വിഷയം കേട്ടോ. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2-3 കടയിൽ അലഞ്ഞതിന് ശേഷം കുടുവിൻ്റെ ഡ്രസ്സ് യൂണിഫോം തയ്ക്കാൻ കൊടുക്കാൻ പോയി. അതൊരു ചടങ്ങായിരുന്നു. അവിടുന്ന് അങ്ങനെ യൂണിഫോമൊക്കെ തയ്ക്കാൻ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം, കാരണം എന്നെ +2 സുവോളജി പഠിപ്പിച്ച ടീച്ചറിനെ കണ്ടിട്ട്. പിന്നെ ടീച്ചറിനും കുറേ സൊറ പറഞ്ഞിട്ട് ഞങ്ങൾ കുടുവിൻ്റെ മുടി വെട്ടാൻ പോയി. മുടി വെട്ടുന്നിടത്ത് കുടുവിൻ്റെ ആട്ടും പാട്ടും ഒക്കെ കഴിഞ്ഞ് മുടി വെട്ടി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സമയമായിട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ആകെ കുഴഞ്ഞു. അപ്പം ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, ബൈ.